ഹലോ എവരി വൺ, വെൽക്കം ടു നീറ്റ്. ഇന്നത്തെ ടോപ്പിക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ തന്നെ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്ന പോർഷനാണ്. എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ? മെൻസ്ട്രുവൽ സൈക്കിള് ഫീമെയിൽ പ്രൈമേറ്റ്സിൽ കാണപ്പെടുന്ന ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ്. അപ്പോൾ പ്രൈമേറ്റ്സ് അല്ലെങ്കിൽ പ്രൈമേറ്റ എന്ന് പറയുന്നത് നമ്മൾ ടാക്സോണമിക്കൽ ഹയറാർക്കി എടുത്ത് നോക്കിയാൽ ഒരു ഓർഡറാണ്. അപ്പം ഓർഡർ പ്രൈമേറ്റയിൽ പെടുന്ന എല്ലാ ഫീമെയിൽസിനും കാണപ്പെടുന്ന ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമേറ്റയിൽ വരുന്ന ആൾക്കാരാണ് ഹ്യൂമൻ ബീങ്സും മങ്കീസും എയ്പ്സും ഒക്കെ. ഇനി ഈ മെൻസ്ട്രുവൽ സൈക്കിള് അതിൽ ആദ്യത്തെ മെൻസ്ട്രുവേഷൻ നടക്കുന്നത് പ്യൂബർട്ടിയിലാണ്. അതായത് പ്രായപൂർത്തിയാവുമ്പോൾ ഒരു ഫീമെയിൽ പ്രായപൂർത്തിയാവുന്ന ടൈമിലാണ് മെൻസ്ട്രുവേഷൻ നടക്കുന്നത്. ഈ പ്രായപൂർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏജ് ഇപ്പം 18 വയസ്സ് അങ്ങനെയുള്ള ഏജ് അല്ല, ബയോളജിക്കലായിട്ട് നമ്മുടെ ബോഡി പ്രായപൂർത്തിയാവുന്ന ആ ഒരു ടൈമിൽ അതിനെയാണ് പ്യൂബർട്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടുണ്ടാവുന്ന മെൻസ്ട്രുവേഷനെയാണ് മെനാർക്കെ എന്ന് വിളിക്കുന്നത്. മെനാർക്കെ. ഹ്യൂമൻ ഫീമെയിൽസിനെ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഫീമെയിൽസ് ഈ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഒരു ടൈം അത് 28 അല്ലെങ്കിൽ 29 ഡേയ്സാണ്. അതായത് 28 അല്ലെങ്കിൽ 29 ദിവസം കൂടുമ്പോഴാണ് ഈ മെൻസ്ട്രുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു മെൻസ്ട്രുവേഷൻ തൊട്ട് അടുത്ത മെൻസ്ട്രുവേഷൻ വരെയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈം അതിനെയാണ് നമ്മൾ ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു മെൻസ്ട്രുവേഷൻ വന്നു എങ്കിൽ ഇനി അടുത്ത മെൻസ്ട്രുവേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ മിഡിൽ ആയിട്ടുള്ള ഒരു ഡേ, അതായത് ഏകദേശം നടുക്കായിട്ട് വരുന്നത്, ഇപ്പം നമ്മൾ 28 അല്ലെങ്കിൽ 29 ദിവസം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 28 ആണെങ്കിൽ അതിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 14ാമത്തെ ദിവസം. ആ ഒരു ടൈമിലായിരിക്കും ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, അതായത് ഓവത്തിനെ റിലീസ് ചെയ്യുന്നത്. ഇനി ഈ മെൻസ്ട്രുവൽ സൈക്കിളിന് മെയിനായിട്ട് 4 ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിളിനെ നമുക്ക് 4 ഫേസായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് മെൻസ്ട്രുവൽ ഫേസ്. മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ആദ്യത്തെ ഫേസാണ് മെൻസ്ട്രുവൽ ഫേസ്. ഇവിടെ എന്താ സംഭവിക്കുക? മെൻസ്ട്രുവൽ ഫ്ലോയാണ് സംഭവിക്കുക, അതായത് ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു. ഇത് ഒരു 3 തൊട്ട് 5 ദിവസം വരെയൊക്കെയാണ് സാധാരണ നീണ്ടു നിൽക്കാറ്. ഇനി എങ്ങനെയാണ് ഈ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഫ്ലോ ഉണ്ടാകുന്നത്? കാരണം നമ്മൾ പറഞ്ഞു യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലത്തുള്ള ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. യൂട്രസിന് 3 ലെയറുണ്ട്. അതിൽ ഏറ്റവും ഉള്ളിലുള്ള യൂട്രൈൻ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്ന ലെയറാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങും അതിൻ്റെ ബ്ലഡ് വെസൽസും എല്ലാം കൂടെ പൊട്ടിയിട്ടാണ് ഇങ്ങനെ മെൻസ്ട്രുവൽ ഫ്ലോ അല്ലെങ്കിൽ ആ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നത്. ഇത് വജൈനയിൽ കൂടെ ബോഡിയുടെ പുറത്തേക്ക് എത്തുന്നു. ഇനി എപ്പോഴും മെൻസ്ട്രുവേഷൻ നടക്കുമോ ത്രൂ ഔട്ട് ഒരു ഫീമെയിലിൻ്റെ ലൈഫിൽ? ഇല്ല. ഒരു ഓവം റിലീസായി, ഓവറിയിൽ നിന്ന് ഒരു ഓവം റിലീസായി, പക്ഷേ ആ ഓവത്തിന് സ്പേമുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എങ്കിൽ മാത്രമാണ് മെൻസ്ട്രുവേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് പ്രഗ്നൻസി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവില്ല. പ്രഗ്നൻസി കഴിയുന്നവരെ പിന്നെ ആ ലാക്ടേഷൻ പീരീഡ് കുറച്ച് ആ ഒരു ടൈമിലും മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലാണ് മെൻസ്ട്രുവേഷൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മെൻസ്ട്രുവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ആണെന്ന് കരുതാം. പിന്നെ എപ്പോഴും ഇത് പ്രഗ്നൻസി തന്നെ ആവണമെന്നില്ല. ചില ഡിസീസ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് കാരണവും മെൻസ്ട്രുവൽ സൈക്കിള് വരാതിരിക്കാം. അങ്ങനെയുള്ള ചില കണ്ടീഷൻസാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ പുവർ ഹെൽത്തൊക്കെ. അതായത് എന്തെങ്കിലും രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മെൻസ്ട്രുവൽ സൈക്കിളിന് പ്രശ്നം പറ്റും. രണ്ടാമത്തെ ഫേസാണ് ഫോളിക്കുലർ ഫേസ്. ഫോളിക്കുലർ ഫേസ് മെൻസ്ട്രുവൽ ഫേസ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഫേസാണ്. ഇതിനകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓവറിയിലുള്ള പ്രൈമറി ഫോളിക്കിൾസ്, നമ്മൾ പറഞ്ഞു ഓവറിയിൽ ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഫോളിക്കിൾസ് വളർന്ന് മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നത് ഈ ഫോളിക്കുലർ ഫേസിലാണ്. അപ്പോൾ ഇങ്ങനെ പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്ന അതേ ടൈമിൽ തന്നെ നമ്മുടെ യൂട്രസിലും ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ മെൻസ്ട്രുവൽ സൈക്കിളിൽ മെൻസ്ട്രുവേഷൻ ഫേസിൽ നമ്മുടെ എൻഡോമെട്രിയവും അതിൻ്റെ ബ്ലഡ് വെസൽസും എല്ലാം പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇനി പുതിയതായിട്ട് ഈ എൻഡോമെട്രിയൊക്കെ റീജനറേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഫോളിക്കുലർ ഫേസിൽ.
അതായത് പൊട്ടിപ്പോയ എൻഡോമെട്രിയൽ ലെയർ ഇപ്പോൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോളിക്കുലർ ഫേസിൽ. ഇനി ഈ പ്രൈമറി ഫോളിക്കിളിനെ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും ഉണ്ടായി വരുന്നു. ഇതൊക്കെ ചുമ്മാതങ്ങ് നടക്കുകയല്ല, ഇതൊക്കെ ചില ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നടക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഹൈപ്പോ തലാമസിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണുണ്ട്. ഈ ഹോർമോൺ ഒരുപാട് സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് ഗൊണാഡോട്രോപ്പിൻസായ ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെയൊക്കെ സെക്രീഷൻ കൂടുന്നതിനനുസരിച്ചാണ് ഈ ഫോളിക്കിൾസ് വളർന്ന് മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുന്നതും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് പ്രോലിഫറേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇതെല്ലാം ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നടക്കുന്നത്, മെയിനായിട്ടും LH ആൻഡ് FSH. അടുത്ത മൂന്നാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. അതായത് നമ്മൾ പറഞ്ഞു ഫോളിക്കുലർ ഫേസിൽ കുറേ ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണമാണ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഹോർമോണൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. അതായത് LH ഉം FSH ഉം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഓവുലേറ്ററി ഫേസ് ആകുമ്പോഴേക്കും ഈ LH അല്ലെങ്കിൽ FSH ഇതിൻ്റെ ലെവൽ ഏറ്റവും ഹൈ ആകും. മെയിനായിട്ട് LH ആണ് പറയുന്നത്. അപ്പോൾ LHൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലാവും, അല്ലെങ്കിൽ പീക്കിലെത്തും ആ ദിവസം. അത് ഏകദേശം ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിലായിട്ടുള്ള ഒരു ഡേ ആയിരിക്കും, നടുക്കായിട്ടുള്ള ഒരു ഡേ. അപ്പം നമ്മൾ 28 ദിവസം എന്നാണ് സാധാരണ പറയുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് 14th ഡേ അല്ലെങ്കിൽ 14ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസമാണ് LH വളരെ കൂടി നിൽക്കുന്നത്, അതായത് അതിൻ്റെ പീക്കിലെത്തുന്നത്. അതിനെയാണ് നമ്മൾ LH സർജ് എന്ന് വിളിക്കുന്നത്. അതായത് അത്രയധികം LH അപ്പം സെക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്ലഡിൽ, അത്രയും LH ഉണ്ട്, ഒരുപാട് LH ഉണ്ട്. അപ്പോൾ ഈ LH സർജ് സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും, എന്നിട്ട് ഓവത്തിനെ റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അതായത് LHൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, എന്നിട്ടത് പീക്കിലെത്തുന്നു. അതിനെയാണ് LH സർജ് എന്ന് വിളിക്കുന്നത്. LH സർജ് കാരണം മെച്ചുറായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ പൊട്ടിയിട്ട് അതിനുള്ളിലിരിക്കുന്ന ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേറ്ററി ഫേസിൽ ഓവത്തെ റിലീസ് ചെയ്യുന്ന ഓവുലേഷനാണ് നടക്കുന്നത്. അടുത്ത ലാസ്റ്റ് ഫേസാണ് ലൂട്ടിയൽ ഫേസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവത്തെ റിലീസ് ചെയ്തു. പക്ഷേ ആ പൊട്ടിയ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ പാർട്സ് അവിടെ ഉണ്ടല്ലോ, ആ പാർട്സ് എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറും. അതായത് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റിമൈനിങ് പാർട്സ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുകയാണ് കോർപ്പസ് ലൂട്ടിയം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊജസ്ട്രോൺ? ഈ പ്രൊജസ്ട്രോൺ നമ്മുടെ എൻഡോമെട്രിയത്തിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും, അതായത് എൻഡോമെട്രി ഇപ്പം വീണ്ടും ഉണ്ടായി വന്നിരിക്കുകയാണ്, പുതിയൊരു എൻഡോമെട്രിയൽ ലൈനിങ്. അപ്പോൾ അത് പൊട്ടിപ്പോകാതെ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഇനി ഓവൻ ചെന്ന് ഫെർട്ടിലൈസ്ഡ് ആവുകയാണെങ്കിൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് പിന്നെ നമ്മുടെ യൂട്രസിലേക്ക് വന്ന് പറ്റിപ്പിടിച്ചിരിക്കണം. അതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ എൻഡോമെട്രി അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് പ്രൊജസ്ട്രോൺ ചെയ്യുന്നത്. ഈ പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. കോർപ്പസ് ലൂട്ടിയം ഉണ്ടായത് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റിമൈനിങ് പാർട്സിൽ നിന്നാണ്. ഇനി ഇങ്ങനെ നമ്മുടെ എൻഡോമെട്രിയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് പ്രൊജസ്ട്രോൺ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ ഓവം ഫെർട്ടിലൈസ്ഡ് ആയില്ല, അതായത് സ്പേം അവിടേക്ക് എത്തിയില്ല, അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഫെർട്ടിലൈസ്ഡ് ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ എൻഡോമെട്രിയം സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല അടുത്ത മെൻസ്ട്രുവൽ സൈക്കിളിലേക്ക്, അതായത് അടുത്ത ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. കാരണം ഈ ഓവത്തിന് ഒരു ദിവസമേ ഉള്ളൂ ലൈഫ് സ്പാൻ. അപ്പോൾ പിന്നീട് അത് നശിച്ചു പോകും. അപ്പോൾ പിന്നെ ആ ഓവത്തിനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ യൂട്രസ് ഇരിക്കേണ്ട കാര്യമില്ല, അത് നശിച്ചു പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അടുത്ത ഓവം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അടുത്ത മെൻസ്ട്രുവൽ സൈക്കിളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? ആദ്യം തന്നെ കോർപ്പസ് ലൂട്ടിയം പതുക്കെ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോകാൻ തുടങ്ങും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന പ്രൊജസ്ട്രോണിൻ്റെ ലെവലും കുറഞ്ഞു വരും. പ്രൊജസ്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ എൻഡോമെട്രിയം അതുപോലെ നിലനിൽക്കുകയുള്ളൂ. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് എന്ത് പറ്റും? പതുക്കെ എൻഡോമെട്രിയത്തിൻ്റെ നിലനിൽപ്പും പ്രശ്നത്തിലാവും. അപ്പോൾ എന്ത് പറ്റും? എൻഡോമെട്രിയം പൊട്ടിപ്പോവും. അതായത് അടുത്ത മെൻസ്ട്രുവൽ സൈക്കിൾ ബിഗിൻ ചെയ്യുന്നു. വീണ്ടും മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും ബ്ലഡ് ഫ്ലോ വരുന്നു. ഇതാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പം 4 ഫേസ് ആയിരുന്നു മെൻസ്ട്രുവൽ സൈക്കിളിനുള്ളത്. ഇനി പ്രഗ്നൻസിയിൽ ഈ മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആവുന്നു. അതായത് ഓൾറെഡി ഓവം ഫെർട്ടിലൈസ്ഡ് ആയിട്ട് ഒരു എംബ്രിയോ ആയി മാറി, എംബ്രിയോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ടൈമിൽ വീണ്ടും നമുക്ക് അടുത്തൊരു ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഈ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഇനി നമുക്കറിയാം ഹ്യൂമൻ ഫീമെയിൽസ് ത്രൂ ഔട്ട് ലൈഫിൽ മെൻസ്ട്രുവൽ സൈക്കിൾ കാണിക്കുന്നില്ല. ഏകദേശം ഒരു 50 വയസ്സിനോടടുത്താകുമ്പോഴത്തേക്ക് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ തനിയെ സ്റ്റോപ്പ് ആവും. ഇങ്ങനെ ആ മെൻസ്ട്രുവൽ സൈക്കിൾ സീസ് ചെയ്ത് മെൻസ്ട്രുവൽ സൈക്കിൾ ഇനി ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മെനപ്പോസ് എന്ന് പറയുന്നത്. അതായത് മെനപ്പോസിലെത്തിയ ഒരു ഹ്യൂമൻ ഫീമെയിലിന് പിന്നീട് മെൻസ്ട്രുവൽ സൈക്കിൾസ് ഉണ്ടാവില്ല. കാരണം അവരുടെ ഓവറിയിലുള്ള ഫോളിക്കിൾസിൻ്റെ റിസർവ് അവസാനിച്ചു. അതോടുകൂടി മെൻസ്ട്രുവൽ സൈക്കിളും അവസാനിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസിനെയാണ് മെനപ്പോസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ഒരാൾക്ക് മെൻസ്ട്രുവൽ സൈക്കിൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അയാൾ നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസിലാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. താഴെ ഓരോ ഫേസസും കൊടുത്തിട്ടുണ്ട്. മെൻസ്ട്രുവേഷൻ, ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, പിന്നെ വീണ്ടും എന്താണ്? മെൻസ്ട്രുവേഷനാണ്. അപ്പോൾ ആദ്യം മെൻസ്ട്രുവേഷനിൽ ഇവിടെ കാണാം ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവിടെ പ്രൊജസ്ട്രോണിൻ്റെ ലെവലൊക്കെ വളരെ കുറവാണ്. പ്രൊജസ്ട്രോണാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ ലെവലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി. അടുത്ത ഫോളിക്കുലർ ഫേസിലെത്തിയപ്പോഴത്തേക്ക് നമ്മളിവിടെ പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ FSH LH ഒക്കെ കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഫോളിക്കിൾ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ച് താഴെ യൂട്രസിൽ നോക്കിയാൽ യൂട്രസിൻ്റെ എൻഡോമെട്രിയവും പ്രോലിഫറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓവുലേറ്ററി ഫേസിൽ കാണാം LHഉം FSHഉം ഹൈ ആകുന്നു. അപ്പോൾ LH അതിൻ്റെ പീക്കിലെത്തുന്നു. ഇതിനെയായിരുന്നു നമ്മൾ LH സർജ് എന്ന് വിളിച്ചത്. LH സർജ്. ഈ LH സർജ് കാരണം ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇത് ഓവുലേറ്ററി ഫേസിലാണ് നടക്കുന്നത്, ഏകദേശം ഒരു 14ാമത്തെ ദിവസം. അപ്പോൾ എന്നിട്ട് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നു? കോർപ്പസ് ലൂട്ടിയായിട്ട് മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെയും ഈസ്ട്രോജനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊജസ്ട്രോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ കണ്ടോ ഹൈ ആവുന്നത്? കാരണം ഈ ഓവം ഫെർട്ടിലൈസ്ഡ് ആവുകയാണെങ്കിൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന ആ എംബ്രിയോയെ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് യൂട്രൈൻ വോള് നന്നായിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഈ പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് യൂട്രസിൻ്റെ വോളും കണ്ടോ നല്ല ഹൈലി പ്രോലിഫറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഓവം ഫെർട്ടിലൈസ്ഡ് ആവുന്നില്ല. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് പ്രൊജസ്ട്രോണിൻ്റെ ലെവലും കുറയുന്നു. ഏറ്റവും ലാസ്റ്റ് എൻഡോമെട്രിയം വീണ്ടും ബ്രേക്ക് ഡൗൺ ആയി അടുത്ത മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് മെൻസ്ട്രുവൽ സൈക്കിളിൽ ഓരോ ഇവൻറ്റ്സ് നടക്കുന്നത്. അടുത്തത് നമുക്കിതിൻ്റെ MCQs ചെയ്യാം. ഫസ്റ്റ് വൺ, the duration of a normal menstrual cycle in human female is approximately. ഹ്യൂമൻ ഫീമെയിലിലെ ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 28 അല്ലെങ്കിൽ 29 ഡേയ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കോർപ്പസ് ലൂട്ടിയം ഈസ് ഫോംഡ് ഫ്രം. കോർപ്പസ് ലൂട്ടിയം എന്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? അതെന്താണ്? ഓവുലേറ്ററി ഫേസിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവത്തെ റിലീസ് ചെയ്യുന്നു. പിന്നീടുള്ള ആ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റെമനൻസിൽ നിന്നാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
തേർഡ് ക്വസ്റ്റ്യൻ, ദ സെക്രീറ്ററി ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് മെയിൻലി കൺട്രോൾഡ് ബൈ. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സെക്രീറ്ററി ഫേസിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ പിക്ചറിൽ നോക്കിയാൽ ഫോളിക്കുലർ ഫേസിൻ്റെ മറ്റൊരു ഫേസാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. പ്രോലിഫറേറ്റീവ് ഫേസ് കാരണം എന്താണ്? ഈ ടൈമിലാണ് ഇവിടെ നമ്മുടെ യൂട്രൈൻ വോള് വീണ്ടും പ്രോലിഫറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് ഫോളിക്കുലർ ഫേസിനെ നമുക്ക് പ്രോലിഫറേറ്റീവ് ഫേസ് എന്നും വിളിക്കാം. അടുത്തത് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ എന്താണ്? കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെയൊക്കെ ഒരുപാട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൂട്ടിയൽ ഫേസിനെ നമുക്ക് സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇനി മുതൽ സെക്രീറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ അത് ലൂട്ടിയൽ ഫേസ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫോളിക്കുലർ ഫേസ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സെക്രീറ്ററി ഫേസിൽ നമ്മുടെ സൈക്കിളിനെ, മെൻസ്ട്രുവൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെക്രീറ്ററി ഫേസ്. നമുക്കറിയാം സെക്രീറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂട്ടിയൽ ഫേസ് ആണ്. അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ട്. കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നു? പ്രൊജസ്ട്രോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, അസേർഷൻ എൻഡോമെട്രിയം ഈസ് നെസസറി ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇംപ്ലാന്റേഷന് എൻഡോമെട്രിയം നെസസറിയാണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ വോളിലേക്ക് നമ്മുടെ എംബ്രിയോയെ അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇംപ്ലാന്റേഷന് എൻഡോമെട്രിയം ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇത് കറക്റ്റാണ്. റീസൺ, ഇൻ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ് കോസിങ് എൻഡോമെട്രിയം ടു ഡിസിൻറ്റഗ്രേറ്റ്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്യുന്നു. അതുവഴി എൻഡോമെട്രിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. റീസണും കറക്റ്റാണ്. അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻഡോമെട്രി ഇംപ്ലാന്റേഷന് വേണം എന്നാണ് അസേർഷൻ പറഞ്ഞത്. എന്നിട്ട് റീസൺ അതെന്തുകൊണ്ടാണെന്നല്ല പറയുന്നത്. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത എൻഡോമെട്രി നശിക്കുമെന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഈസ് കോൾഡ്. ആദ്യത്തെ മെൻസ്ട്രുവേഷനെ എന്താണ് വിളിക്കുന്നത്? മെനാർക്കെ എന്നാണ് വിളിക്കുന്നത്. മെനപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻസ്ട്രുവേഷൻ ഇല്ല, അല്ലെങ്കിൽ ലാസ്റ്റ് മെൻസ്ട്രുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഫേസാണ് മെനപ്പോസ് എന്ന് വിളിക്കുന്നത്. ഓവുലേഷൻ നമുക്കറിയാം ഓവത്തെ റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സാണ്. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ബേബി. അടുത്ത ക്വസ്റ്റ്യൻ, അസേർഷൻ ഡ്യൂറിങ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ ഓവുലേഷൻ ടേക്സ് പ്ലേസ് അപ്രോക്സിമേറ്റ്ലി ഓൺ ദ 14th ഡേ. മെൻസ്ട്രുവൽ സൈക്കിളിൽ ഏകദേശം 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുന്നത്. ഇത് കറക്റ്റാണ്. കാരണം മിഡിൽ ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിളിലാണ് ഓവുലേഷൻ നടക്കുന്നത്. മൊത്തം മെൻസ്ട്രുവൽ സൈക്കിൾ 28 ഡേയ്സ് ആണ് പറയുന്നത്. അപ്പോൾ മിഡിൽ എന്ന് പറയുമ്പോൾ 14th ഡേ. റീസൺ, ദ ഫസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. ആദ്യത്തെ മെൻസ്ട്രുവൽ സൈക്കിൾ പ്യൂബർട്ടിയിലാണ് തുടങ്ങുന്നത്. കറക്റ്റാണ്. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ മേ ഇൻഡിക്കേറ്റ് പ്രഗ്നൻസി. മെൻസ്ട്രുവേഷൻ ഇല്ലാതിരുന്നാൽ അത് പ്രഗ്നൻസിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റാണ്. സൈക്ലിക് മെൻസ്ട്രുവേഷൻ എക്സ്റ്റെൻസ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനപ്പോസ്. അതായത് മെനാർക്കിനും മെനപ്പോസിനും ഇടയ്ക്കാണ് സൈക്ലിക് മെൻസ്ട്രുവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ അസേർഷനെ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 8th ക്വസ്റ്റ്യൻ, മെൻസ്ട്രുവേഷൻ ക്യാൻ ബി ഡിഫേർഡ് ബൈ അഡ്മിനിസ്ട്രേഷൻ ഓഫ്. അതായത് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരെണ്ണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ കഴിച്ചാൽ മെൻസ്ട്രുവേഷൻ നടക്കത്തില്ല. അതായത് ബ്ലീഡിങ് ഉണ്ടാകത്തില്ല. പ്രൊജസ്ട്രോൺ, FSH, LH, ഓക്സിറ്റോസിൻ. പ്രൊജസ്ട്രോൺ ആണ് കറക്റ്റ് ആൻസർ. കാരണം പ്രൊജസ്ട്രോൺ ഉള്ളിടത്തോളം കാലം എൻഡോമെട്രിയം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് മെൻസ്ട്രുവേഷൻ തടയണമെന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെൻസ്ട്രുവേഷൻ തടഞ്ഞു വയ്ക്കാൻ പറ്റും. പക്ഷേ ഇതൊരു സേഫ് മെത്തേഡ് അല്ല. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരുപാട് ബ്ലീഡിങ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഒക്കെ മാത്രമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് വെറുതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
വിത്ഡ്രോവൽ ഓഫ് വിച്ച് ഹോർമോൺ ഈസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് മെൻസ്ട്രുവേഷൻ. ഏത് ഹോർമോണിൻ്റെ വിത്ഡ്രോവലാണ് ഇമ്മീഡിയറ്റ് മെൻസ്ട്രുവേഷന് കാരണമാകുന്നത്? അതായത് ഈ ഹോർമോൺ കുറഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതായാൽ അപ്പം തന്നെ മെൻസ്ട്രുവേഷൻ നടക്കുന്നു. അതും ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. കാരണം നമ്മൾ പറഞ്ഞു എഗ്ഗ് അല്ലെങ്കിൽ ഓവം ഫെർട്ടിലൈസ്ഡ് ആയില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ എന്ത് പറ്റും? പ്രൊജസ്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ എൻഡോമെട്രിയൽ ലൈനിങ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. പ്രൊജസ്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് എൻഡോമെട്രിയൽ ലൈനിങ് പൊട്ടിപ്പോകുന്നു, അങ്ങനെ മെൻസ്ട്രുവേഷൻ ഉണ്ടാകുന്നു. സോ ഓപ്ഷൻ ബി പ്രൊജസ്ട്രോൺ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്താണ് മെൻസ്ട്രുവൽ സൈക്കിള്, അതിൻ്റെ ഫേസസ് ഏതൊക്കെയാണ്, ആ ടൈമിലുണ്ടാകുന്ന ഹോർമോണൽ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന പാർട്ടാണ് പഠിക്കുന്നത്. സോ താങ്ക് യു.